രാഹുൽ ഈശ്വർ ബി.ജെ.പിയുടെ ഫണ്ടാണോ മേടിക്കുന്നത് അല്ലെങ്കിൽ ജിഹാദികളുടെ ഫണ്ടാണോ മേടിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. കാരണം പല ഒപ്പീനിയൻസും ബയസ്ഡ് ആണ്. ഇപ്പോൾ രാഹുലിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ രാഹുൽ ബയസ്ഡ് ആയിട്ട് തന്നെയാണ് മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഫുൾ പോസ്റ്റുകൾ ഇടുന്നത്. അപ്പോൾ രാഹുലിന്റെ തന്നെ കമന്റ്സിൽ വന്നൊരു ചോദ്യമാണത്. അതായത് ഇപ്പോൾ പാർട്ടികളുടെ ഇടയിലാണെങ്കിലും രാഷ്ട്രീയത്തിലും ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതായത് ഒരു പാർട്ടിക്ക് ആ നാട്ടിൽ ഉയർന്നു വരണമെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്ട്രോങ് എനിമി ഉണ്ടാവണം. ആ ഒരു സ്ട്രോങ് എനിമി ആയിട്ട് രാഹുലിനെ അങ്ങോട്ടേക്ക് എന്താ പറയുക, രാഹുലിന് പൈസ തന്ന് നിർത്തിയേക്കാണെന്നുള്ളതാണ് ചോദ്യം. രണ്ട് കാര്യങ്ങളാണ് ലോകത്തിലെ. എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം ഈ രണ്ടുപേരുടെയും കാശ് മേടിക്കുന്നു എന്ന് ആരോപണമുള്ള ഒരു വ്യക്തി ഞാനായിരിക്കും. അതായത് ബി.ജെ.പിക്കാരുടെ സംഘികളുടെ ഫണ്ട് മേടിക്കുന്നു, ഇവൻ സീക്രട്ട് സംഘിയാണെന്നും ഇവൻ ജിഹാദി ഫണ്ട് മേടിക്കുന്നു എന്ന് പറയുന്നത് ഇത് രണ്ടുപേരും അല്ല. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് നമ്മൾ ന്യൂനപക്ഷമായി ജീവിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും അരക്ഷിത ബോധം ഉണ്ടാകുന്നത്. നമ്മുടെ മുസ്ലിം, ക്രിസ്ത്യൻ, ബാക്കി ജനവിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടത് ഒരു ഇന്ത്യക്കാരുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ബഹുമാനമാണ്, മോദിജിയെ ഇഷ്ടവും ബഹുമാനവുമാണ്. അവരിലുള്ള ഈ ഇസ്ലാമോഫോബിയ എന്ന സ്റ്റാൻഡ് മാറ്റി വെച്ചാൽ മതി. ഇപ്പം എന്താ ബി.ജെ.പി? കോൺഗ്രസ് പ്ലസ് മുസ്ലിം വിരോധമാണ് ബി.ജെ.പി. എന്താ കോൺഗ്രസ്? ബി.ജെ.പി മൈനസ് മുസ്ലിം വിരോധമാണ് കോൺഗ്രസ്. അല്ലാതെ കോൺഗ്രസും ബി.ജെ.പിയും എന്താ വ്യത്യാസം? അല്ല, ഈ ഇസ്ലാമോഫോബിയ തന്നെ ഉണ്ടാവുന്നതല്ലോ, അതിനെന്തെങ്കിലും റീസൺസ് ഉണ്ടാവില്ലേ ഉണ്ടാവുന്നതിന് പിന്നിൽ? അതിനെ ന്യായീകരിച്ച പ്രശ്നം എന്താ അറിയോ? റേസിസത്തെ ന്യായീകരിക്കുന്ന പോലെ. അപ്പം വംശീയതയെ ന്യായീകരിക്കുന്ന പോലെ. വെളുത്ത വംശക്കാരൻ കറുത്ത വംശക്കാരനോട് വംശീയത കാണിച്ചിട്ട് ആ വംശീയതയുടെ മുന്നിൽ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അത് ന്യായീകരണങ്ങളാവും. അപ്പം വിദ്വേഷത്തിനൊരു എക്സ്ക്യൂസ് ഇല്ല. അത് ഹിന്ദു ഫോബിയ ആണെങ്കിലും ഇല്ല, ക്രിസ്ത്യൻ ഫോബിയ ആണെങ്കിലും ഇല്ല, മുസ്ലിം ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയ ആണെങ്കിലും ഇല്ല. അപ്പോൾ ഇസ്ലാം എന്ന മതത്തോടോ ക്രിസ്ത്യാനിറ്റി എന്ന മതത്തോടോ ഹിന്ദു എന്ന മതത്തോടോ വിശ്വാസത്തോടോ നമുക്കൊരു ഫോബിയ ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനെ വിമർശിക്കാം, അതിൽ ഇൻ്റലക്ച്വലി ഡിസ്കസ് ചെയ്യാം, പക്ഷേ അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യരുത്. ഇത് മാത്രമാണ് എൻ്റെ പൊസിഷൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ആ പെൺകുട്ടി മരിച്ച സാവരിയുടെ സംഭവം അത് ലവ് ജിഹാദ് അല്ല എന്നാണോ രാഹുൽ പറയുന്നത്? 100% അല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് ഉസ്ബെക്കിസ്ഥാനാണ്, അതാണ് ഒന്ന്. രണ്ട്, ലാപ്ടോപ്പ് തലക്കടിച്ച് കൊല്ലുന്നൊരു ജിഹാദ് ഇല്ലല്ലോ, ലാപ്ടോപ്പ് തല്ലിക്കൊല്ലുന്ന ജിഹാദ് ഇല്ലല്ലോ. പക്ഷെ ആ പെൺകുട്ടിയുടെ ശരീരത്തും മറ്റു പല മുറിവുകളും അവർ തമ്മിലുള്ള വ്യക്തിപരമായ വിരോധമല്ലേ. ഇനി അതിലെ സീരിയസ് ആയ അലിഗേഷൻ മതം മാറാൻ ഇവൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അത് ശക്തമായി അന്വേഷിക്കണം. അവൻ ഏറ്റവും പേര് ഞാൻ വിട്ടു, മുസ്ലിം പേരാണ്, മലപ്പുറം പെരിന്തൽമണ്ണ പേരാണ്. അവനെ ശക്തമായി ചെയ്യണം. ഇത് തന്നെയാണ് ഇപ്പുറത്തെ ഷഹന, അടൂരിലൊരു ഷഹന മരിച്ചല്ലോ, അപ്പുറത്ത് അരുൺ എന്തുവാണെന്ന് തോന്നുന്നു പേര്. അവനും ആരെങ്കിലും അത് ലവ് കുരുക്ഷേത്രയാണ് എന്ന് പറഞ്ഞിറങ്ങിയോ? ഐ മീൻ 1% ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും. നമുക്ക് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും വേണ്ട, തീവ്ര ഹിന്ദുത്വവാദികളും വേണ്ട, നല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിക്കൂടെ? അപ്പൊ ഇതുകൊണ്ട് രണ്ടും ഒരേപോലെ അപലപനീയമാണ്. ഞാൻ സാവരിയുടെ വീഡിയോ ചെയ്തു. ഒരുപക്ഷെ കേരളത്തിൽ സാവരിക്ക് വേണ്ടി വീഡിയോ ചെയ്തതും ഷഹനയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്ത ഒരേ വ്യക്തി ഞാനായിരിക്കും. ഒന്നെങ്കിൽ ഷഹനയുടെ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നവർ സാവരിയുടെ വിഷയം മിണ്ടൂല, സാവരിയുടെ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നവർ ഷഹനയുടെ വിഷയം മിണ്ടൂല. ഞാൻ സാവരിക്കും വേണ്ടി വീഡിയോ ചെയ്തു, ഷഹനയ്ക്കും വേണ്ടി വീഡിയോ ചെയ്തു. സാവരിയുടെ വീട്ടുകാർ എന്ത് ആരോപണം പറഞ്ഞു അതിൻ്റെ കൂടെ നിന്നത്. കാര്യം നഷ്ടപ്പെട്ടത് അവർക്കാണ്. ഷഹനയുടെ വീട്ടുകാർ എന്ത് ആരോപണം പറഞ്ഞു അവരുടെ കൂടെ നിന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, മറുഭാഗത്ത് ആണുങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും മരിക്കുമ്പോൾ നമ്മൾ അവരുടെ ആരോപണങ്ങൾക്കാണ്, അവരുടെ പരാതിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും രാഹുൽ ഈശ്വർ ഒരു NCERT സിലബസ് ആണെന്ന്. കാരണം NCERTയിൽ നമ്മൾ പഠിക്കുന്നത് മുഴുവനും പണ്ടുണ്ടായ ആക്രമണങ്ങളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ട് കുട്ടികളിലേക്ക് മതവിദ്വേഷവും വർഗീയതയും വളർത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു NCERT സിലബസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ NCERT ആണോ? അങ്ങനെ തന്നെ വേണം. NCERT സിലബസ് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ് രാഹുൽ ഈശ്വർ. കുറെയൊക്കെ നമ്മൾ ഇൻസുലേറ്റ് ചെയ്യണം. കാര്യം ഇൻസുലേറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം, പാസ്റ്റിനെ കുറിച്ച് നമുക്ക് പ്രതികാരം എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം, ഇന്ത്യയിൽ സംഭവിച്ച ഇൻവേഷൻ ഈസ് ദ ബ്ലഡിയസ്റ്റ് ചാപ്റ്റർ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്നാണ് വിൽ ഡ്യൂറന്റ് പറയുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും രക്തപങ്കിലമായ ഒരു എപ്പിസോഡാണ്. ആയിരക്കണക്കിന് അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അത് ഗ്രാഫിക്കൽ ഡീറ്റെയിലിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കുന്ന ഹിന്ദു കുട്ടിക്ക് പലപ്പോഴും ഒരു പ്രതികാരം ഉണ്ടാവും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നീ എൻ്റെ തിരിച്ചു പറയാം, ഇത് തന്നെയാണ് സവർണ ഹിന്ദു വിഭാഗങ്ങൾ ഇതേ ക്രൂരത നമ്മുടെ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളോട് ചെയ്തിട്ടില്ലേ? അതും ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ആ തെറ്റ് പഠിക്കണം. പക്ഷേ അത് പഠിക്കുന്നതിനോടൊപ്പം ഇൻസുലേറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ you should learn from the mistakes, not relive the mistakes. അത് വീണ്ടും ജീവിക്കാനല്ല. ഇപ്പം ഞാൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഞങ്ങളുടെ പൂർവികരിൽ ചിലരെങ്കിലും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു പിന്നോക്കക്കാരൻ എന്നോട് ദേഷ്യം ഉണ്ടായിട്ടെന്തെങ്കിലും കാര്യമുണ്ട്? പകരം ആ തെറ്റുകൾ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. ലെഫ്റ്റ് വിങ്ങിന്റെ വില്ലൻ ബ്രാഹ്മണനാണ്, റൈറ്റ് വിങ്ങിന്റെ വില്ലൻ മുസ്ലിമാണ്. യഥാർത്ഥത്തിൽ ഒരു സെൻട്രിസ്റ്റ് ആയ ഗാന്ധിയനായ എനിക്ക് വില്ലന്മാരില്ല. നമുക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നമ്മളെല്ലാം ക്യാരക്ടേഴ്സാണ്. നമ്മളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ലെഫ്റ്റ് വിങ് നെറേറ്റീവ് നോക്കിയാൽ സ്ഥിരം കാണാൻ കഴിയും. ലെഫ്റ്റ് വിങ് ഇസ്ലാമിക് കുറച്ച് ഹാർഡ് ലൈൻ നെറേറ്റീവ്, അവരിൽ സ്ഥിരം വില്ലൻ ബ്രാഹ്മണൻ, സവർണൻ, ഫ്യൂഡൽ, ജന്മി, ഈ ആംഗിളുകളാണ്.
നേരെ തിരിച്ച് റൈറ്റ് വിങ്ങിന്റെ നെറേറ്റീവിൽ നീ ബീഫ് കഴിക്കടി എന്ന് പറഞ്ഞ് മറ്റേ ബീഫ് തിരികുന്ന 32,000 പെൺകുട്ടികൾ ഇവിടെ നിന്ന് ലവ് ജിഹാദ് ചെയ്ത് പോയി എന്ന് പച്ചക്കള്ളം പറയുന്ന കേരള സ്റ്റോറിയാണ്. പച്ചക്കള്ളാണെന്ന് രാഹുൽ എങ്ങനെ പറയാൻ സാധിക്കണം? 32,000 പേര് പോയി. അത്രയില്ലെങ്കിലും അത് കള്ളല്ലേ? അപ്പൊ കള്ളല്ലേ? 32,000 പേരല്ല, കൃത്യം പറയുന്നത് 3 പേര് പോയി. അത് ഞാൻ പറഞ്ഞു. അതായത് ഇത് ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്നവർ 3 പേര് പോയി അംഗീകരിക്കില്ല. ലവ് ജിഹാദ് ഉണ്ടെന്ന് പോയിരുന്നവർ 32,000 എക്സാജറേഷൻ ആണെന്ന് അംഗീകരിക്കില്ല. കൃത്യം കണക്ക് പറയാം. 3 പേർ, സോണിയ സെബാസ്റ്റ്യൻ, മറിയം പിന്നെ ആ കുട്ടിയുടെ പേര് ഫാത്തിമ എന്നാണെന്ന് തോന്നുന്നു പേര്. ഒരു അനൂജ എന്ന് പറയുന്ന കുട്ടിയുടെ കേസ് കേട്ടിട്ടുണ്ടോ? അനുജ കുട്ടി എങ്ങനെ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നല്ലേ? അത് ലവ് ജിഹാദ് സോക്കോൾഡ് ലവ് ജിഹാദ് ചെയ്തിട്ടാണല്ലോ കണ്ടു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഫാർ ആൻഡ് ഫ്യൂ കേസസ് ഹൈലൈറ്റ് ചെയ്യണം. ഞാൻ അതുകൊണ്ട് ആ പേരെടുത്ത് പറഞ്ഞത്. നമ്മുടെ ആറ്റുകാല സ്ത്രീയുടെ, അതായത് കേരള സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്ന പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു? മേജറിന്റെ സഹോദരി, നമ്മുടെ അതിന്റെ അമ്മയൊക്കെ എനിക്കറിയാം. അതായത് കേരള സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്ന ഈ 3 പെൺകുട്ടികളാണ്. മറിയം, പേര് പറഞ്ഞു, ആ 3 പേരുടെ കഥാപാത്രം ഞാൻ അവരുടെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യണം. പക്ഷെ 32,000 പോയോ? കേരളത്തിൽ 32,000 പെൺകുട്ടികളിൽ കള്ളം പറയുന്നതിന് എന്തെങ്കിലും ഒരു ലെവൽ വേണ്ടേ? 3 എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി 30 ആക്കാം, പോട്ടെ, എക്സാജറേഷൻ ചെയ്ത് ഒരു 300 ആക്കാം. പക്ഷെ 32,000 എന്ന് കള്ളം പറയുന്നതിന് മര്യാദകേടല്ല, അത് വെറും പ്രൊപ്പഗാൻഡയല്ലേ? 2 അങ്ങനെ ആരെങ്കിലും മൂക്ക് പിടിച്ചിട്ട് ബീഫ് കഴിപ്പിക്കുന്നുണ്ട്, ചുമ്മാ വെറുതെ തെള്ളുകല്ലേ? അപ്പോൾ മനഃപൂർവ്വം മുസ്ലിം സമുദായത്തോട് വിരോധം ഉണ്ടാകുന്ന തെറ്റാണ്. ഏതുപോലെ മനഃപൂർവ്വം ഹിന്ദു സമുദായത്തോടും അങ്ങനെ വിരോധം ഉണ്ടാകുന്ന തെറ്റാണ്. നമ്മളെല്ലാം അങ്ങനെ സ്ഥിരം കേൾക്കുന്നൊരു കഥയാണ് നങ്ങേലിയുടെ കഥ. ഒരു പക്ഷേ കണ്ടു കാണും. ആ കുട്ടി മുല മുറച്ചു എന്ന് പറയുന്നത്. ഇത് സിംബോളിക്കാണ്, അങ്ങനെ ഫിസിക്കലി നടന്നിട്ടില്ല. അത് ഒരു കാലഘട്ടത്തിൻ്റെ തെറ്റിനെ ആലങ്കാരികമായി പറയാൻ. അതായത് പണ്ട് തലക്കരവും മുലക്കരവും ഉണ്ടായിരുന്നു. തലക്കരവ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ കൊടുക്കേണ്ട ടാക്സ്, മുലക്കരവ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കൊടുക്കേണ്ട ടാക്സ്. ഈ ടാക്സ് കൊടുക്കാത്തതിന് ഒരുപാട് പേരെ പീഡിപ്പിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. അൺഫെയർ ടാക്സുമാണ്. അതായത് മുലക്കരവ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കൊടുക്കേണ്ട ടാക്സിൻ്റെ പേരാണ്. അപ്പോൾ ഒരു സ്ത്രീ സിംബോളിക്കലിയാണ് പറയുന്നത്, അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ടോപ്പ് ഭാഗം മുറിച്ച് കളയും. അത് തീർച്ചയായിട്ടും വേദനയുള്ളൊരു എപ്പിസോഡാണ്. പക്ഷേ അതൊരു സിംബോളിക് എപ്പിസോഡാണ് എന്നുള്ളത് മനസ്സിലാക്കും. നമുക്കപ്പം ബ്രാഹ്മണനെയും മുസ്ലിമിനെയും വില്ലനാക്കാതെ ഈ നാട്ടിൽ ജീവിച്ചുകൂടെ? പക്ഷെ അങ്ങനെ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കണം. ന്യൂട്രൽ അല്ല, ഒബ്ജക്റ്റീവ്. അവിടെയാണ് വ്യത്യാസം. ഇമ്പാർഷ്യൽ എന്നൊരു സ്റ്റാൻഡ് ഇല്ല, ഇമ്പാർഷ്യൽ എന്നൊരു കാര്യമില്ല. പകരം ഒബ്ജക്റ്റീവ് എന്നൊരു കാര്യമുണ്ട്. ഇമ്പാർഷ്യൽ എന്ന് പറഞ്ഞാൽ പക്ഷം പിടിക്കുന്നില്ല എന്നാണ്, എല്ലാവർക്കും പക്ഷമുണ്ട്. പക്ഷേ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വസ്തുതാപരമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 3 പേര് പോയി. ഇപ്പം എന്നോട് ചോദിക്കൂ, മതപരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയാം? സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകൻ, അതായത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ ആത്മീയതയ്ക്ക് വേണ്ടി അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് മതം മാറ്റുകി ഹരിലാൽ അബ്ദുള്ള ഗാന്ധി ആക്കിയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ കേരളത്തിൽ പറയുന്ന ഏക വ്യക്തി, ഞാൻ നാഷണൽ മീഡിയയിൽ ഞാൻ പറയാറുണ്ട്. ഗാന്ധിജിയുടെ മകനെ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി മരിച്ച ഗാന്ധിജിയുടെ മകനെ അന്നത്തെ കുറച്ച് കടുപ്പ സ്വരക്കാർ ഗാന്ധിജിക്ക് മേളിൽ തങ്ങൾ വിജയം നേടിയെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയ ബ്രിട്ടീഷുകാരോട് പോരാടിയിരുന്ന അവസരത്തിൽ അതിനിടയിൽ കൂടെ ആരെങ്കിലും പോയി മതം മാറ്റും. പക്ഷേ ഹരിലാൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അന്ന് നമ്മുടെ രാജ്യത്തിനോടും ഗാന്ധിജിയോടും ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളെല്ലാം ആ മതപരിവർത്തനത്തെ തള്ളിപ്പറഞ്ഞു. നമ്മൾ ബ്രിട്ടീഷുകാരോട് ഹിന്ദു മുസ്ലിം ഒരുമിച്ച് പോരാടുകയാണ്. അതിനിടയ്ക്കൂടെ ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് ഒരാളെ മതം മാറ്റിയിട്ട് എന്ത് ഗുണം ഉണ്ടാവുന്നത്? ഗാന്ധിജി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു എഴുതിയിട്ടുണ്ട്, ഹരിലാൽ ആത്മീയ കാരണങ്ങൾക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവുന്നില്ല, പക്ഷേ ആത്മീയമല്ലാത്ത പല കാരണങ്ങളും അവനെ സ്വാധീനിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി. എന്തിനാണ് അങ്ങനെ? നമുക്ക് അതുകൊണ്ടാണ് ഒരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണം. അത് ആരുടെ ഐഡിയയാണ്? BJPയുടെ അല്ല, ഗാന്ധിജിയുടെ ഐഡിയയാണ്. ഗാന്ധിജിയുടെ ഐഡിയയാണ്. ഗാന്ധിജി ഒരു സനാതന ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഗാന്ധിജി ഒരു ഹിന്ദു വിശ്വാസിയാണ്. ആ ഗാന്ധിജിയുടെ പാതയിൽ പോകുന്നതാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ദ്വന്ദ്വമല്ല, ഹിന്ദു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ എതിരല്ല, ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയല്ല. ഈ കൊടിയിൽ കാണുന്നത് പോലെ ഒരു ബാലൻസിൽ പോകണം. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇനി കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 100 ദിവസങ്ങൾ കഴിഞ്ഞു പുതിയ സർക്കാർ. തൂഫാൻ അല്ലെ, തൂഫാന്റെ ബാഡ്ജ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് എവിടം വരെയായി? നല്ലതാണ്. തൂഫാനുണ്ട്, രമേശ് ചെന്നിത്തലജിയുടെ തൂഫാൻ, ശ്രീ M ലിജുവിന്റെ തണ്ടർ. ഞാൻ അദ്ദേഹത്തോടും ശ്രീ M ലിജുവിനോട് സംസാരിച്ചിരുന്നു. 24,131 റെയ്ഡ് എന്തൊക്കെയാണ് നടത്തിയത്. അപ്പൊ ആലോചിച്ച് നോക്കുക, 24,000 റെയ്ഡ് നമ്മുടെ നാട്ടിൽ. മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ആ പ്രാധാന്യം കൊടുത്തില്ല. താങ്കൾ ശ്രദ്ധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രീ ലിജു, ശ്രീ രമേശ് ചെന്നിത്തല ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കൈയടിക്കേണ്ടതും ഒരുമിച്ച് നിൽക്കേണ്ടതുമാണ്. കുറച്ച് ലഹരിയൊക്കെ എല്ലാവരും ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുകയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജീവിതം ലഹരിയിൽ മുങ്ങിപ്പോകരുത്. അവിടെയാണ് ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയാറുണ്ട്. നമ്മൾ അത്യന്തം മോറലിസ്റ്റിക്കായി മറ്റേ സദാചാരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുത്, സീറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ നമ്മളെ നോക്കി ചിരിക്കും, പക്ഷേ അവർ ഫോളോ ഇല്ല. ഞാൻ പിള്ളേരോട് സ്ഥിരം പറയും, മക്കളെ നിങ്ങൾ മദ്യം കുടിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ മദ്യം നിങ്ങളെ കുടിക്കരുത്. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നത്, പരീക്ഷ നോക്കുന്നത് തെറ്റില്ല, പക്ഷേ സിഗരറ്റ് നിങ്ങളെ വലിക്കരുത്. അപ്പോൾ സിഗരറ്റ് നമ്മളെ വലിക്കുന്ന, മദ്യം നമ്മളെ കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. പരീക്ഷണത്തിന് വേണ്ടി, രസത്തിന് വേണ്ടി ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയോ സോഷ്യൽ ഡ്രിങ്കിങ്ങോ ഒക്കെ ഓക്കെയാണ്. പക്ഷെ പരൽമീനുകൾ മാത്രമല്ലേ പിടിക്കുന്നുള്ളൂ, സ്രാവുകളൊന്നും
വീണില്ല. അങ്ങനെയല്ല, ഒരുപാട് പേർ ഈ കേസിൽ പലപ്പോഴും ഫോറിൻ മാഫിയയുടെ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, വളരെ വ്യാപകമായി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നെറ്റ്വർക്ക്സും ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച ഓപ്പറേഷൻ തൂഫാനാണ്. രമേശ് ചെന്നിത്തലാജിയെ ഞങ്ങൾ മിഷൻ മെൻസ് കമ്മീഷന്റെയും പുരുഷാവകാശങ്ങളുടെ ഭാഗമായി പോയി അദ്ദേഹം ആ നിവേദനം സ്വീകരിച്ചു. പ്രധാനമന്ത്രി മോദിജിക്ക് കൊടുത്ത നിവേദനമാണ്. നമ്മൾ കേരള സർക്കാരിന് കേന്ദ്രത്തിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ട്. കേന്ദ്ര അമിത്ഷാജിയുടെ നല്ല സപ്പോർട്ടുണ്ട്, വിജയും സപ്പോർട്ടുണ്ട്. നമ്മുടെ വിജയും മോഹൻലാലും കൂടെ ചേർന്ന് മറ്റേ ശിവനും ശക്തിയും ചേർന്നാൽ മാസിഡ എന്ന ഫീലിംഗ് ഉണ്ട്. നല്ല രീതിയിൽ രമേശ് ചെന്നിത്തലാജി ആക്റ്റീവായിട്ട് എല്ലാ സമുദായ നേതാക്കളെയും കാര്യമായിട്ട് എടുക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ അപ്രോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെയാണ് NSSലെ സുകുമാരൻ നായർ സാറിനെ നമ്മുടെ VD സതീശൻ ജി കാണില്ലെന്നോ കാണുമെന്നോ അങ്ങനെ പലതും പറയുമെങ്കിൽ രമേശ് ചെന്നിത്തല പറയാം, അങ്ങനെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഞാൻ കാണും. ആ അപ്രോച്ചിലെ നടക്കൂ. ഇപ്പൊ അതാണ് ഒറ്റ വരി പറയാം. എനിക്ക് VD സതീശൻ ജി വലിയ ബഹുമാനമാണ്, ബഹുമാനത്തോടെയാണ് പറയണേ. VD സതീശൻ ജിയെ കാണാൻ നമ്മുടെ സുകുമാരൻ നായർ സാർ അങ്ങോട്ട് വിളിച്ചിട്ട് വേണ്ട ഫാസ്റ്റിൽ പ്രതികരിച്ചില്ലെന്നാ പറയണേ. ഉമ്മൻചാണ്ടി സാർ ഉണ്ടെങ്കിൽ ശ്രീ സുകുമാരൻ നായർക്ക് വിളിക്കേണ്ട ആവശ്യം വരില്ല. ഉമ്മൻചാണ്ടി സാർ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് കാണാമെന്ന് പറയും. അങ്ങനെ ആവുമ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മൾ മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ട് കാണുന്നതിനെക്കാട്ടി മുഖ്യമന്ത്രി നമ്മുടെ അടുത്തേക്ക് വന്നു. അതാണ് ചാണ്ടി സാറിന്റെ മാജിക്. അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ചാണ്ടി സാറിനെ മാതൃകയാക്കണം കോൺഗ്രസിലും BJPയിലും കമ്മ്യൂണിസ്റ്റിലും ഉള്ളവരെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇപ്പൊ തൂഫാനോടൊപ്പം തന്നെ ഈ മന്ത്രിസഭ വേറെ എന്തൊക്കെ ഒരു 3 കാര്യങ്ങൾ ഞാൻ ചോദിച്ചാൽ രാഹുലിന് പറയാം. 3-4 നല്ല കാര്യങ്ങളുണ്ട്. ഒന്ന് തൂഫാൻ, ഡെഫിനറ്റ്ലി തൂഫാൻ ദ ബെസ്റ്റ് പെർഫോമിംഗ് മിനിസ്റ്റർ രമേശ് ചെന്നിത്തലയാണ്. തണ്ടർ നല്ലതാണ്. നമ്മുടെ തണ്ടറിനെ പറ്റി ഒന്ന് പറയുമോ? തണ്ടർ 24,000-ഓളം റെയ്ഡ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടന്നു. അതിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 23,000 സംതിങ് കേസുകൾ എടുത്തു. ഇന്നലെ ശ്രീ M. ലിജു അതിന്റെ കണക്കുകൾ വെളിവിട്ടിരുന്നു. അബ്കാരി കേസുകൾ എടുത്തു, ബാക്കി ആക്ടുകളിൽ കേസുകൾ എടുത്തു. അപ്പോൾ ഇതിനെല്ലാം നല്ല തടയായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടെ മീഡിയ ഹൈലൈറ്റിംഗ് കിട്ടണം. കാര്യം അത്രമാത്രം എഫേർട്ട്, നല്ല രീതിയിൽ എഫേർട്ട് അവർ അല്ലെങ്കിൽ മീഡിയക്കാർ കൂടെ ഹൈലൈറ്റ് ചെയ്യണം. കാര്യം ഇതിലൊന്നും നമ്മൾ ബാക്കി ഒന്നും നോക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, ജാതിയോ മതമോ നോക്കേണ്ട കാര്യമില്ല, പ്രത്യയശാസ്ത്രം നോക്കേണ്ട കാര്യമില്ല. സപ്പോർട്ട് ചെയ്യണം. ഓപ്പറേഷൻ തൂഫാൻ ഒന്ന്, ഓപ്പറേഷൻ തണ്ടർ ഒന്ന്. ശ്രീ VD സതീശന്റെ സമീപനങ്ങൾ, എനിക്കതിൽ സന്തോഷം തോന്നിയത് VD സതീശൻ നമ്മുടെ മൂകാംബിക പോലും, ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്, ഉടുപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ പോലും വലിയ വാർത്തയായത്. അതായത് VD സതീശൻ ജി അപ്പോഴാണ് ഞാൻ അറിയുന്നത് 37 വർഷമായിട്ട് മൂകാംബിക പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. പുള്ളി നെഹ്റൂവിയൻ ലെഫ്റ്റാന്ന് സ്വയം പറയാറുണ്ട്. ശരിക്കും ഒരു ഗാന്ധിയൻ സെൻട്രിനെ ഭരിക്കാൻ പറ്റൂ. കാര്യം 90-95% വിശ്വാസികളാണ്. ഈ 95% നമ്മുടെ നാട്ടിൽ വിശ്വാസികളുണ്ട്. 10% വിശ്വാസികളല്ലെന്നോ നിരീശ്വരവാദികളാണെന്നൊക്കെ പറയുന്നവർ കൂടുതൽ. അപ്പം അദ്ദേഹം വിശ്വാസിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്നിലൊരു ആശ്വാസം ഉണ്ടായി. അപ്പം നാളെ നമുക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് ചെന്ന് കാണാൻ ഒരാളാണ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പം ശ്രീ VD സതീശൻ നല്ലതാണ്. റോജി M. ജോൺ, ഞാനൊരു അനുഭവം കൂടെ പറയാം. ഞാൻ റോജി M. ജോണിൻ്റെ ഫോണിൽ വിളിച്ചു. ഫിൻലാൻഡിൻ്റെ ഒരു കൗൺസിൽ ജനറലിൻ്റെ കാര്യമായിരുന്നു. എടുത്തില്ല. ഞാൻ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ വിളിച്ചു. അപ്പോയിൻമെൻറ്റ് ശ്രീ ജോർജ് ഏറ്റവും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഇത്രയും പോസിറ്റീവ്ലി വിളിച്ച് ആക്റ്റീവ് റെസ്പോണ്ട് ചെയ്തത്. രാത്രിയായപ്പം റോജി M. ജോണിൻ്റെ നമ്പറിൽ നിന്ന് എനിക്ക് മെസ്സേജും വന്നു. അങ്ങനെ പ്രൊആക്റ്റീവ്ലി റെസ്പോണ്ട് ചെയ്യുന്ന മന്ത്രിമാർ കാര്യമായിട്ടുണ്ട്. അത് ഈ ഇതാണ്. പിന്നെ ഒരു നെഗറ്റീവും കൂടെ പറയുമ്പം അതിൻ്റെ 2 സൈഡും പറയണം. കാരണം 2 സൈഡും ഒബ്ജക്റ്റീവ്ലി പറയണം. പവർ കട്ടുകൾ ഒരു ഇറിറ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പവർ കട്ടുകൾ അത് പക്ഷേ സണ്ണി സാർ ഏത് രീതിയിലാണ് അതിനെ ഭാവിയിലേക്ക് കൊണ്ടുപോകുന്നത് അറിയില്ല. അപ്രതീക്ഷിതമായ പവർ കട്ടുകളും കാര്യങ്ങളും അത് ഇറിറ്റൻ്റ് തന്നെയാണ്. അല്ലാതെ മതി എന്താ കാര്യം, തീർച്ചയായിട്ടും ഇറിറ്റൻ്റ് ആണ്. നമ്മുടെ ടാറ്റ 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയപ്പെടുന്ന വാർത്ത അങ്ങനെ അല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമങ്ങൾ മിസ്കോട്ട് ചെയ്യുകയാണ് എന്ന് പറയുന്നു. അതും സർക്കാരിൻ്റെ ശോഭ കൂട്ടിയില്ല, അങ്ങനെ പറയാമല്ലോ, ശോഭ കൂട്ടിയില്ല. അതായത് VD സതീശൻ ജി വളരെ കണിശമായി അരച്ച് കലക്കി പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ 10,000 കോടി തുടങ്ങിയ കാര്യങ്ങൾ വന്നപ്പോൾ കുറച്ചുകൂടെ നന്നായി അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പിന്നെ അദ്ദേഹം ഇടപെട്ട ശ്രീ രാജഗോപാൽ, പാസ്പോർട്ട് കിട്ടാത്ത മുതിർന്ന മാധ്യമപ്രവർത്തകർ, അതൊക്കെ വളരെ പോസിറ്റീവാണ്. അപ്പം അത്തരം കാര്യങ്ങൾ വളരെ നല്ലതാണ്. ശ്രീ VD ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പ്രിയദർശിനി ഒബ്വിയസ്ലി അത് വളരെ ഫേമസ് ആയിട്ട് പെട്ടെന്ന് പ്രിയദർശിനി സ്കീം ആണുങ്ങൾക്കും കൂടി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും നമ്മുടെ സ്ത്രീകൾക്ക് കൊടുത്തത് വളരെ നന്നായി. അപ്പോൾ UDF സർക്കാർ നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹണിമൂൺ പീരീഡാണ് കുറച്ചുകൂടെ കഴിഞ്ഞ്. പക്ഷേ ഇതുവരെ വന്നതിലെ ഏറ്റവും ഇറിറ്റന്റ് ടേൺ ഓഫ് എന്ന് പറയുന്നത് കടന്നു പോകുക. അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡും അദാനിയും അതും കൂടെ ഒന്ന് പറഞ്ഞോളൂ. 2 കാര്യങ്ങളാണ്. അദാനി ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അയാൾ പുണ്യത്തിന് വേണ്ടി അല്ലല്ലോ വരുന്നത്. പക്ഷെ അദാനി ലാഭം ഉണ്ടാക്കുന്നതിനോടൊപ്പം നമ്മളും കൂടെ ലാഭം ഉണ്ടാക്കിയാൽ മതി. അദാനി തീർച്ചയായിട്ടും വന്ന് അദാനി 3,000 കോടി രൂപ മുടക്കി 12,000 കോടി നേടിക്കാണും. അദാനി പക്ഷേ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയ ബാക്കി വിൽക്കാവൂ. കാര്യം നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സ്ഥലമാണ്. ഏറ്റവും ലോകത്തിലെ വലിയ ഈ ഗ്രൂപ്പിനെയാണ് അദാനി കൊണ്ടുവരുന്നത്. നല്ലതാണ്, വരട്ടെ. പ്രൈവറ്റ് ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് വളരാൻ പറ്റില്ല. നമ്മുടെ കൃഷി കാശില്ല. ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ കാശില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരണം, അവർ കൂടുതൽ വരണം. വിഴിഞ്ഞമാണ് നമ്മളെ സിംഗപ്പൂരാക്കാൻ പോകുന്നത്. അത് കുഞ്ഞാലിക്കുട്ടി സാർ നിയമസഭയിൽ നല്ലൊരു പ്രസംഗം നടത്തി, പറ്റുമെങ്കിൽ കേൾക്കണം. ദുബായ് ഒരു പോർട്ട് കൊണ്ടാണ് നന്നായതെന്ന്.
അപ്പോൾ ഈ പോർട്ടിലാണ് ഇന്നും ലോകത്തിലെ ചരക്ക് ഗതാഗതം 70-80% കപ്പൽ വഴിയാണ്. കാര്യം ഇത്രയും സ്ഥലങ്ങളും സാധനങ്ങളും ഉണ്ടല്ലോ, കപ്പൽ വഴിയാണ്. അതുകൊണ്ട് ചരക്ക് വെച്ചേ പോർട്ട് വെച്ചേ പോകും. വിഴിഞ്ഞമാണ് ഏറ്റവും ഡീപ്പ് നാച്ചുറൽ ഹാർബർ. സർ CP-യുടെ കാലം മുതലേ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ശശി തരൂർ സാർ അടക്കം ആധുനിക കാലത്ത് വ്യത്യസ്ത ഉമ്മൻചാണ്ടി സാർ, അതിനുശേഷം LDF, UDF അടക്കമുള്ള ഗവൺമെന്റുകളുടെ ഒരുമിച്ചുള്ള ശ്രമം, അദാനി മോദിജിയുടെ സ്വന്തം ആളാണ്, അവിടെ നിന്നുള്ള പ്രഷർ, ഇതെല്ലാം കൂടെ കൊണ്ടാണ് ആയത്. അദാനി നന്നായിക്കോട്ടെ, നമുക്കെന്താ. സതീശൻ സാർ പറയുന്നുണ്ടല്ലോ, CM പറയുന്നുണ്ട് സീ വേ പോർട്ടും അല്ലെങ്കിൽ അതിലൂടെ സമുദ്ര മിഷനിലാണ്. അല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് നല്ലൊരു സീ കോസ്റ്റ് ലൈൻ ഉണ്ട്. ഈ കൊച്ചി എന്തായിരുന്നു? കൊച്ചി 500 വർഷം മുമ്പ് ചെറിയൊരു ഗ്രാമമായിരുന്നു. യഥാർത്ഥത്തിൽ കൊച്ചി എന്ന ഗ്രാമം കുറച്ചപ്പുറത്ത് മാറി കൊടുങ്ങല്ലൂരിനപ്പുറത്ത് പറയപ്പെടുന്നത് 500 വർഷം മുമ്പ് മുസരിസ് അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ കൊടുങ്കാറ്റടിക്കുകയും ആ പോർട്ട് ഇല്ലായതിനു ശേഷമാണ് കൊച്ചി വളർന്നതാണ്. ആ കൊടുങ്കാറ്റില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇവിടെ നിന്നിരിക്കൂല, നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് കോഴിക്കോട് വരാമോ എന്നുള്ള സ്ഥാനത്തിലേ ഇരിക്കും. അപ്പോൾ കൊച്ചി നന്നാവണം, തിരുവനന്തപുരം നന്നാവണം, കോഴിക്കോട് നന്നാവണം. വിഴിഞ്ഞത്തിന് വലിയ സ്കോപ്പ് ഉണ്ട്. എനിക്കത് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടം. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. എനിക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ താമസിക്കാൻ അവസരം കിട്ടിയിട്ടും എനിക്ക് തിരുവനന്തപുരം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പം വിഴിഞ്ഞം പോർട്ട് വളരണം, അദാനി വളരണം, അദാനിയോടൊപ്പം നമ്മളും വളരണം. അദാനി മാത്രം വളർന്നാൽ പോരാ, എന്നാൽ അദാനി വളരണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കരുത്. അദാനി വളരണം, നമ്മളും വളരണം. എന്തായാലും മെൻസ് കമ്മീഷൻ എന്താണ് പറ്റിയത്? ഒരിടയ്ക്ക് കുറച്ച് കോലാഹലങ്ങളൊക്കെ ഇപ്പോഴും നമ്മളിപ്പോ ആ 20 വയസ്സുള്ള പയ്യന്റെ വീട്ടിൽ പോയിരുന്നു, മറ്റേ നിതിനും നിബിനും. അപ്പൊ 20 വയസ്സുള്ള ഒരു പയ്യൻ, ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു പയ്യനെയാണ് പോലീസ് തല്ലി ഇങ്ങനെ. 13 വയസ്സ്. ഒറ്റ കാര്യം ആലോചിച്ച് നോക്കി. താങ്കളൊക്കെ ഒരു ഫെമിനിസ്റ്റ് ലൈനോട് ബഹുമാനവും അതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുമാണ്. ആ 13 വയസ്സുള്ള കുട്ടി 10 പേർക്കെതിരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നതിന് പകരം മൊളസ്റ്റ് ചെയ്തു എന്ന് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ 10 പേരുടെ ജീവിതം തീരുമായിരുന്നു. അവളുടെ ആ പ്രായത്തിലുള്ള അറിവില്ലായ്മ കാരണമാണ് പീഡനം നടത്തിയെന്ന് പറഞ്ഞതും വൈദ്യപരിശോധനയിൽ കള്ളമാണെന്ന് തെളിഞ്ഞത്. എന്നെ കയറി പിടിച്ചു എന്നാണ് ആ പെണ്ണ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും, മുതിർന്നവർ ജയിലിൽ കിടക്കും, കൊച്ചുകുട്ടികൾ ദുർഘട പരിഹാര പാഠശാലയിൽ പോകും, വർഷങ്ങളോളം കേസ് കിടക്കും. ആ 10 പേരുടെ ജീവൻ പോവും, ജീവിതം പോവും. അല്ല, നമ്മൾ പറയാറുണ്ട് ചൈൽഡ് ഈസ് ദ മോസ്റ്റ് മാനിപ്പുലേറ്റഡ് വിക്ടിം എന്നൊക്കെ. അതെ, ഇത് ഈ 13 വയസ്സുള്ള കുട്ടീനെ എന്താ ചെയ്യാൻ പറ്റുക? അല്ല, അവളെ അവള് ചെയ്ത് ശരിയല്ലെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവൾക്ക് പോലും 13 വയസ്സുകാരിക്ക് പോലും വ്യാജ പരാതി കൊടുത്ത് ആണിനെ കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു സാമൂഹിക സാഹചര്യം ഈ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അതൊരു വലിയ ഇഷ്യൂ അല്ലേ? ആ 13 വയസ്സുകാരി കുടിക്കുന്നത് നമ്മുടെ മകനെയാണെങ്കിലും നമ്മുടെ സഹോദരനെയാണെങ്കിലും ആ പരാതി കുറച്ചുകൂടെ ഇന്റലിജന്റ് ആയി. ഇപ്പൊ എന്താ സംഭവിച്ചത്? പോലീസ് ആദ്യ ദിവസം പിള്ളേരെ അടിച്ചു, ദ്രോഹിച്ചു. പോലീസുകാർ ഇങ്ങനെയല്ലല്ലോ, ഒരു ക്രൈം നടക്കുമ്പോൾ ഇങ്ങനെയാണോ പോലീസുകാർ ഡെയിലി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പക്ഷെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ വിശദീകരണം വന്നത് രമേശ് ചെന്നിത്തല സാറിൻ്റെതാണ്. പുള്ളി പറഞ്ഞത് കേട്ട് എനിക്ക് പക്ഷേ പുള്ളി പറഞ്ഞതാണ് സത്യം. മീഡിയക്കാർ ചോദിച്ചു, സാർ പോലീസുകാർ അങ്ങനെയൊക്കെ ചെയ്തില്ലേന്ന്. പുള്ളി തിരിച്ചു ചോദിച്ചാൽ എന്താ അറിയോ, നിങ്ങൾ മീഡിയക്കാരപ്പം അങ്ങനല്ലേ പറഞ്ഞത്. അതിൽ നിന്ന് പുള്ളി അറിയാതെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്താ അറിയാമോ? ആ മീഡിയക്കാർ പറഞ്ഞതനുസരിച്ചാണ് പോലീസുകാർ പ്രവർത്തിച്ചത്. ആരുടെയും കുറ്റമല്ല. 13 വയസ്സുകാരിയെ 10 പേര് ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം തിളയ്ക്കും. പക്ഷേ അങ്ങനെ രക്തം തിളയ്ക്കുന്നതിന് പകരം അത് സത്യമാണോ എന്ന് പോലീസ് അന്വേഷിക്കണം. ഒറ്റ കാര്യം ഒന്ന് ആലോചിച്ചേ, ആ പെൺകുട്ടി മൊളസ്റ്റ് ചെയ്തു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 പേരുടെ ജീവിതം തീർന്നു. ദൈവമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് കൊടുപ്പിച്ചത്. ആ പീഡിപ്പിച്ചു എന്ന് കൊടുപ്പിച്ചാൽ നമുക്ക് തെളിയിക്കാമല്ലോ. മറ്റേ പരിശോധന, വൈദ്യ പരിശോധന തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. പകരം എന്നെ കയറി പിടിച്ചു, മൊളസ്റ്റ് ചെയ്തു, ശരീരഭാഗങ്ങളിൽ മോശമായി തൊട്ടു എന്നൊക്കെ ആണെങ്കിൽ ഇവർ വർഷങ്ങളോളം ജയിലിൽ കിടക്കും, രക്ഷ പോലും ഇല്ലാതെ. അപ്പോൾ എന്തിനാണ് ഇതിനിപ്പോ ഒരു നിയമം പൊളിച്ചെഴുതേണ്ട ആവശ്യമില്ല. ആരൊക്കെയോ എന്തൊക്കെയോ വന്ന് പറയുന്നു, അപ്പൊ തന്നെ മീഡിയ മുഴുവനും പരക്കും. അവിടെയാണ് 2-3 കാര്യങ്ങൾ വേണ്ടത്. ഒന്ന്, നിർബന്ധമായി പരാതി കൊടുക്കുന്നവരും അക്യൂസ്ഡ് ആയവർക്കും നുണ പരിശോധന, ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് എടുക്കണം. നാർക്കോ അനാലിസിസ് അല്ല, നാർക്കോ അനാലിസിസ് കോടതി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് അതൊരു ഫൈനൽ എവിഡൻസ് ഒന്നും ആകണ്ട, പക്ഷേ അതൊരു ഡിറക്ഷൻ ആയാൽ മതി, ഒരു ഗൈഡ് ലൈൻ ആയാൽ മതി. ഒരു ലൈ ഡിറ്റക്ടർ ടെസ്റ്റ്. 2, നിർബന്ധമായിട്ടും ഇവരുടെ പേരും മറ്റും വെളിവിടരുത്. ഈ കേസിൽ പോലീസ് വെളിവിട്ടില്ല, കാര്യം പോലീസിന് ആദ്യമേ സംശയം തോന്നിയുകൊണ്ട് പോലീസ് വെളിവിട്ടില്ല. ലൈ ഡിറ്റക്ടർ ടെസ്റ്റ്. 2, ഇവരുടെ ഐഡന്റിറ്റി എടുക്കരുത്. 3, കുറെ കൂടെ ശക്തമായ കോൺഫിഡൻഷ്യൽ പ്രിലിമിനറി എൻക്വയറി. പോലീസ് തല്ലുന്നതിന് മുമ്പ് അന്വേഷിക്കണം. ഈ പയ്യൻ ഇതിനോട് ഒരു ബന്ധവുമില്ല. 13 വയസ്സുകാരിയായി പെണ്ണിനെ പീഡിപ്പിച്ചതിന് 20 വയസ്സുകാരനാ പയ്യൻ. അതായത് 2 പേരും പഠിച്ച കാലഘട്ടം പോലും വ്യത്യാസമാണ്. അവളുടെ ചേച്ചിയുടെ കൂടാണ് ഈ പയ്യൻ പഠിച്ചത്. ചേച്ചിയുടെ പ്രതികാരം വല്ലതും കാണും. എന്താ പ്രശ്നം? ഈ പെൺകുട്ടിക്ക് ഒരു പയ്യനോട് താല്പര്യം തോന്നി, പ്രണയം തോന്നി. അവൻ ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ആൾക്കാരെ കൊടുക്കാൻ നിന്നാൽ എന്തൊരു ഗതികേടാണ്. അപ്പം റേപ്പ് പോലെ വേദനാജനകമാണ് വ്യാജ റേപ്പ് ആരോപണം. ഈ പെൺകുട്ടി പേപ്പറിലൊക്കെ മറ്റേ കൂട്ടബലാത്സംഗം എന്നൊക്കെ കേട്ട് അങ്ങനെ എഴുതി കൊടുത്തതാണ്. കുറച്ച് മാറിയിരുന്നെങ്കിലേ ജീവിതം തീർന്നു.
പെൺകുട്ടി അല്ലല്ലോ ഇത് എഴുതി കൊടുക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിയെ സഹായിച്ച കുറെ ആൾക്കാർ ഇല്ല. പെൺകുട്ടി ഇത് കൗൺസിലറുടെ അടുത്ത് പറഞ്ഞു, കൗൺസിലർ റിപ്പോർട്ട് ചെയ്തത്. കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നിർബന്ധമായ ഗൈഡ് ലൈൻ ഉണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന്. ജുവനൈൽ അവിടെയാണ് ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. ഇപ്പൊ ഞങ്ങൾ വേറൊരു കേസ് ഡീൽ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച സ്ത്രീ കുഞ്ഞുങ്ങൾ പ്രസ് മീറ്റ് വിളിപ്പിക്കുന്നുണ്ട്. അവരുടെ ഹസ്ബൻഡ്, അവരുടെ മകൻ, അവരുടെ സഹോദരിയുടെ ഹസ്ബൻഡ്, 3 പേര്. ഈ 3 പേരും ഇവരുടെ മറ്റൊരു സഹോദരിയുടെ മോള് കള്ളക്കേസ് കുടുക്കിയിട്ടിരിക്കുകയാണ്. സ്വത്ത് തർക്കമാണ് പ്രശ്നം. സ്വത്ത് തർക്കം. അതായത് ഇവരുടെ മോൻ പോയി, ഹസ്ബൻഡ് പോയി, ചേട്ടൻ എന്താ പറയുക, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് പോയി, ഈ സ്വത്ത് തർക്കത്തിൻ്റെ ബേസ്. ഞാൻ ഇപ്പം ചോദിച്ചേ, ഞാൻ എൻ്റെ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, സാറേ എന്ത് കോമൺ സെൻസ് ആണ് അച്ഛനും മോനും അമ്മാവനും കൂടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കും എന്ന് പറയുന്നത്? സാറേ അറിയാമല്ലോ, പോക്സോ കോടതികൾ 99% കേസ് ശിക്ഷിക്കാതിരിക്കുകയാണ്. ജീവിക്കണ്ടേ? ആണുങ്ങൾ പെട്ടുപോകില്ലേ? അപ്പോൾ ആണുങ്ങൾക്കും കൂടി ഒരു പരിചയ വേണം, ഡിഫൻസ് വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മഹാത്മാഗാന്ധിയെ പറ്റിയിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് വരുന്നത്. പണ്ട് പുസ്തകമൊന്നും വായിക്കാൻ അവർക്ക് സമയമില്ല. ഇങ്ങനെ പറയുന്നുണ്ട്, ഗാന്ധിജിയുടെ സ്വയം സെലിബസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നഗ്നരായിട്ട് കുറെ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നു എന്നൊക്കെ. അത് രാഹുൽ അല്ല, ഇത് എങ്ങനെ അറിഞ്ഞത്? ഗാന്ധിജി എഴുതി അറിഞ്ഞത്. അതായത് ഗാന്ധിജി ഹിന്ദു ഫിലോസഫിയിൽ ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം, അതാണ് നമ്മുടെ അയ്യപ്പനൊക്കെ ഉള്ളത്, സെലിബസിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ഗാന്ധിജി എഴുതിയിരിക്കുന്നത്, ഞാൻ എന്നെ തന്നെ ജയിക്കാൻ ഞാൻ അങ്ങനെ പരീക്ഷണം നടത്തി. ഗാന്ധിജി ഏതെങ്കിലും പെൺകുട്ടിയെ കയറി പിടിച്ചു എന്നോ ദ്രോഹിച്ചു എന്നോ ഒന്നുമല്ല. ആ സെലിബസിയിൽ ഗാന്ധിജി വിജയിച്ചതായിട്ടാണ് ഗാന്ധിജി എഴുതിയിരിക്കുന്നത്. ഗാന്ധിജി എഴുതുമ്പോൾ 100% സത്യസന്ധമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പരാജയങ്ങൾ അദ്ദേഹം എഴുതും, വിജയം അദ്ദേഹം എഴുതും. ഇപ്പം ഗാന്ധിജിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായി ന്യൂനപക്ഷ വിരോധമുള്ളവരും മുസ്ലിം ക്രിസ്ത്യൻ വിരോധമുള്ളവരും ഗാന്ധിജിയെ വിരോധമുള്ളവരുമാണ്. അതുകൊണ്ട് ഇതൊരു പോയിന്റായി റേസ് ചെയ്തവർ ഗാന്ധിജിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇതും ബഹുമാന പുരസ്സരമാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഗോഡ്സേക്ക് പ്രകൃതി വിരുദ്ധ ബന്ധം ചിലരുമായിട്ടുണ്ടെന്നുള്ളതാണ് ആ കാലത്ത് തൊട്ടുണ്ടായിരുന്ന നമ്മുടെ മറ്റേ ഡൊമിനിക് ലാപ്പിയറിന്റെ പുസ്തകം ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് അടക്കമുള്ളത്. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പ്രകൃതി വിരുദ്ധ ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഈ പറയുന്നവർ ഉള്ളിൽ ഗോഡ്സേവാദികളാണ്. ഈ പറയുന്നവർ ഉള്ളിൽ ഗോഡ്സയെ വെച്ചിട്ട് ഗാന്ധിജിയെ വളഞ്ഞ വഴി ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഗാന്ധിജിയുടെ സെലിബസി പരീക്ഷണം കാരണം അല്ലല്ലോ അദ്ദേഹത്തെ ഫാദർ ഓഫ് ദി നേഷൻ സുഭാഷ് ചന്ദ്രബോസ് വിളിക്കുന്നത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ ക്യാമ്പയിനുകളിലൊന്ന് ഗാന്ധിജിയാണ് തുടങ്ങിയത്. ഈ ഗാന്ധിജിയെ ഇന്ന് വിമർശിക്കുന്നവരുടെ പൂർവികർ അന്ന് ഒരു പണിയും ചെയ്യാതിരിക്കുകയായിരുന്നു. അതായത് ലോകം മുഴുവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുനോക്കുന്ന അവസരത്തിൽ ബ്രിട്ടീഷുകാരുടെ പുറകെ നടക്കുകയും ബ്രിട്ടീഷുകാരുടെ നിന്ന് ഫേവർ മേടിക്കുകയും ആലങ്കാരികമായി പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാല് നക്കി ജീവിച്ചവരാണ് ഇന്ന് ഗാന്ധിജിക്ക് സെലിബസിയുടെ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. ആ സെലിബസിക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് ഗോഡ്സെക്ക് അവർക്ക് ഇഷ്ടമുള്ള ചിലരുമായിട്ട് പ്രകൃതി വിരുദ്ധ ബന്ധമുണ്ട് എന്ന കാര്യവും ചില ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഉണ്ടാകാൻ ഇല്ലാതിരിക്കുക, അതല്ല പ്രശ്നം. ഞാൻ ഗോഡ്സെ വിമർശിക്കുന്നത് ഗോഡ്സെയുടെ ഐഡിയോളജിയിലാണ്, ഗോഡ്സെ എടുത്ത തെറ്റായ നിലപാടുകളുടെ പേരിലാണ്. അതേപോലെ ഗാന്ധിജിയെ വിമർശിക്കപ്പെടേണ്ടത് ഗാന്ധിജിയുടെ സാമൂഹിക രാഷ്ട്രീയ ആത്മീയ നിലപാടുകളുടെ പേരിലാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഗാന്ധിജി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടും പുള്ളി ചെയ്തതിനൊക്കെ റദ്ദ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പുറത്തെ ഇറക്കാണ്. അതുപോലെ തന്നെയല്ലേ സവാർക്കറിന്റെ കാര്യം? സവാർക്കർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു മാപ്പ് എഴുതി കൊടുത്തു എന്നതിന്റെ പേരിൽ ചെയ്ത ഫ്രീഡം ഫൈറ്റിൽ പങ്കെടുക്കാത്ത ആൾക്കാരൊന്നും അല്ല ഇവരൊക്കെ. അതിന്റെ പേരിൽ അങ്ങ് റദ്ദ് ചെയ്ത് ഒരു കാരണവശാലും റദ്ദ് ചെയ്യരുതെന്ന് മാത്രമല്ല, സവർക്കറെ ഷൂ വർക്കർ തുടങ്ങിയ ചെത്തായ പദമുണ്ട്. നമുക്ക് വേണ്ടി 10-11 വർഷം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. അതായത് 11 വർഷത്തോളം ജയിലിൽ കിടക്കുകയും കാലാപാനിയിലെ അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാറിലെ ഏറ്റവും ഇരുണ്ട ജയിലറകളിൽ ജീവിച്ച ഗാന്ധിജിക്ക് സവർക്കറെ ബഹുമാനമായിരുന്നു, സവർക്കർക്ക് ഗാന്ധിജിയെ ബഹുമാനമായിരുന്നു. ആശയപരമായ രണ്ടുപേർക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നതിനെ കുറിച്ച് സവർക്കർ പറയുന്നത് ഫ്രാട്രിസൈഡ് ചെയ്തു, കുടുംബത്തിലെ കാരണവരെ കൊന്നു, സഹോദര പിതൃഹത്യ നടത്തി എന്നൊക്കെയാണ് സവർക്കർ പറയുന്നത്. അപ്പോൾ ആശയപരമായി സവർക്കർ ഒരു ഹിന്ദുത്വവാദിയായിരുന്നു. സവർക്കറുടെ ലേറ്റർ ലൈഫിലെ ചില നിലപാടുകൾ വളരെ കോൺട്രവേഴ്ഷ്യലും മറ്റുമൊക്കെയാണ്. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് സവർക്കറെ ബഹുമാനമായിരുന്നു. ദ ഗ്രേറ്റ് ബ്രേവ് സൺ ഓഫ് ഇന്ത്യ എന്നാണ് വിളിച്ചിരുന്നത്. സവർക്കറുടെ വേറൊരു സഹോദരനുണ്ടായിരുന്നു, GD സവർക്കർ എന്നാണ് പേര്, ഗണേഷ് ദാമോദർ സവർക്കർ. ജയിലിൽ കിടന്നിട്ടുണ്ട്. ഗാന്ധിജി സവർക്കർ ബ്രദേഴ്സിനെ വിടാൻ എഴുത്തുവരെ എഴുതിയിട്ടുണ്ട്. അതായത് സവർക്കറോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അന്നത്തെ ആൾക്കാരുടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു മെച്ചം, എതിരഭിപ്രായമുള്ളവരോടും ബഹുമാനത്തോട് ഇന്ററാക്ട് ചെയ്തു. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസും ദേ നെവർ സോ ഐ ടു ഐ. പല കാര്യങ്ങളിലും ശക്തമായ വിയോജിപ്പാണ്. പക്ഷേ ഗാന്ധിജിക്ക് മോനെ പോലെയായിരുന്നു നേതാജിക്ക് സ്വന്തം അച്ഛനെ പോലെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് വിളിക്കുക മാത്രമല്ല, പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഗാന്ധിജി കസ്തൂർബ ഗാന്ധിയെ മദർ ഓഫ് ദി നേഷൻ എന്ന് വിളിച്ചിരുന്നു. അതായത് ഇന്ത്യയുടെ അമ്മയാണ് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ആംഡ് റെബല്യൻ ആണ്, അല്ലെങ്കിൽ സായുധ വിപ്ലവം, സായുധ ഫൈറ്റ് ആണ്.
ആ സായുധ ഫൈറ്റിന് അനുഗ്രഹം ചോദിക്കുന്ന ഗാന്ധിജിയോടാണ്. അങ്ങനെയാണ് സിംഗപ്പൂരിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ 1944 ജൂലൈയിലാണെന്നാണ് എൻ്റെ ഓർമ്മ മറ്റേ ഏറ്റവും പ്രസിദ്ധമായ പ്രഖ്യാപനം വരുന്നത്, ഫാദർ ഓഫ് ദി നേഷൻ ഇൻ ദിസ് ഹോളി ഫാർ ലോ ഫോർ ഹോളി ഫാർ ഇൻ ദിസ് ഹോളി ഫാർ ഫോർ ലിബറേഷൻ പ്ലീസ് ഗ്രാൻഡ് അസ് യുവർ ബ്ലെസ്സിങ്സ്. അങ്ങനെയാണ് ഈ ഫാദർ ഓഫ് ദി നേഷൻ പ്രയോഗം പോലും വരുന്നത്. പരസ്പര ബഹുമാനത്തോടെ വിയോജിച്ചു നെഹ്റുജിയും സർദാർ പട്ടേലും 100 കാര്യങ്ങൾ അഭിപ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. ബട്ട് ദേ വെയർ ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. അതായത് RSSനോട് കുറച്ചുകൂടെ ചായവുള്ളതാണ് സർദാർ പട്ടേൽ. സർദാർ പട്ടേൽ അതുകൊണ്ടാണ് RSSനെ നിരോധിച്ചിട്ടും പിന്നീട് നിരോധനം മാറ്റിയതും സർദാർ പട്ടേൽ തന്നെയാണ്. നെഹ്റുജി എന്ന കടുത്ത എതിർപ്പായിരുന്നു. സർദാർ പട്ടേൽ ഒരു ഘട്ടത്തിൽ RSSകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ കോൺഗ്രസ് മന്ത്രിസഭയിൽ വേണമെങ്കിലും ചേരും. BJP തുടക്കക്കാരൻ അല്ലെങ്കിൽ ജനസംഘ തുടക്കക്കാരനൊക്കെ ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുജിയുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നു. അതായത് നെഹ്റുജിയുടെ ക്യാബിനറ്റിലെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യണ കാര്യം ഇല്ലേ, അപ്പൊ നെഹ്റു യൂറോപ്പിൽ പോയപ്പോഴാണ് സർദാർ പട്ടേൽ അത് ഇവിടെ ചെയ്തതെന്നൊക്കെ പറയുന്നത്. അതായത് എല്ലാ സ്റ്റേറ്റിനെ അല്ല, അത് ഓപ്പറേഷൻ പോളോ, ഹൈദരാബാദ് ലിബറേഷൻ. നെഹ്റുജിക്ക് മുസ്ലിം പിന്നോക്ക ജനവിഭാഗങ്ങളോട് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് അപ്രോച്ച് ഉണ്ടായിരുന്നു. സർദാർ പട്ടേൽ വാസ് ദി അയൺ മാൻ. സർദാർ പട്ടേൽ എല്ലാം കുറച്ചുകൂടെ അയൺ മാൻ ഇതിലാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ ഇരിക്കുന്ന സ്ഥലമായ തിരുവിതാംകൂർ പോലും, നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മഹാരാജാവും സർ CPയും തിരുവിതാംകൂർ വേറെ നിൽക്കാം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ സർദാർ പട്ടേലും നെഹ്റുജിയും കൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞങ്ങൾ ഏരിയൽ ബോംബിംഗ് നടത്തും. അതായത് നമ്മുടെ കൊല്ലത്തുള്ള ഇൽമനൈറ്റ് അടക്കമുള്ള മിനറൽസ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ചെയ്ത് കേരളം ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ട് മാറി നിൽക്കാം. തിരുവിതാംകൂർ, കേരളവും അല്ല തിരുവിതാംകൂർ നിൽക്കണമെന്നാണ് അവരുടെ പ്ലാൻ. പക്ഷെ അപ്പം ഫയർ പവർ ഉണ്ടാവും എന്ന് പറയപ്പെട്ട അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ അതിനെതിരായിരുന്നു. പിന്നെ ആ പ്ലാനൊക്കെ മാറ്റി. അങ്ങനെയാണ് സർ CPയുടെ മൂക്ക് വെട്ടുന്നതും സർ CP പോകുന്നതും ഒക്കെ. അതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വെട്ടിയത്. അപ്പം അന്ന് എല്ലാവരും കോമൺ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചായിരുന്നു. ഇനി അതേപോലെ നെഹ്റുജി കുറച്ചുകൂടി ഒരു പീസ് മേക്കർ ആയിരുന്നു. സർദാർ പട്ടേൽ കുറച്ചുകൂടെ പോലീസ് ആക്ഷൻ ആയിരുന്നു. അപ്പൊ ഹൈദരാബാദിൽ നിസാം ഉണ്ടായിരുന്നു. നിസാമിന്റെ ഏറ്റവും ഡ്രെഡഡ് ആർമി ആയിരുന്നു റസൈക്കാർസ്. ഈ റസൈക്കാർസിനെ പോലീസ് ആക്ഷൻ എന്ന പേരിൽ ഒരു മിലിറ്ററി ആക്ഷൻ നടത്തി ഡിസ്ബാൻഡ് ചെയ്യുക. പോലീസ് ആക്ഷൻ എന്ന് പേരേ പറയുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഒരു മിലിറ്ററി ആക്ഷൻ ഒതുക്കി. നമ്മൾ പഞ്ചാബിലെ റെബല്യൻ അടിച്ചൊതുക്കിയതുപോലെ ഖാലിസ്ഥാനി തീവ്രവാദത്തെ, സിഖുകാർ മഹാന്മാരാണ്, നമ്മുടെ ചങ്കാണ് സിഖ്, പക്ഷെ ഖാലിസ്ഥാനി വേറെ. അതാണ് മുസ്ലിങ്ങൾ നമ്മുടെ ചങ്കാണ്, പക്ഷെ ഇസ്ലാമിസ്റ്റുകൾ വേറെ. തമിഴന്മാർ നമ്മുടെ ചങ്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴയ ജനവിഭാഗമാണ്, പക്ഷെ LTTക്കാർ വേറെ. ഈ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇതേപോലെ ഹിന്ദുക്കൾ ഈ നാട്ടിലെ ഭൂരിപക്ഷമാണ്, ഹിന്ദുത്വവാദികൾ വേറെ. ഇത് രണ്ടും വേറെയാണ്, തീവ്ര ഹിന്ദുത്വവാദികൾ വേറെ. അപ്പോൾ റസൈഖാസിനെ ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഹൈദരാബാദിന്റെ ഒരു ലിബറേഷൻ സാധ്യമായത്. സമാനമായൊരു സ്റ്റെപ്പാണ് നമ്മൾ ഗോവ എടുത്തത്. ഗോവ ആദ്യം പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ കൂടെ ആയിരുന്നില്ലല്ലോ. അപ്പം ഗോവയുടെ ലിബറേഷൻ. നമ്മൾ ഒരു രാജ്യമാണ്, ആ രാജ്യത്ത് പരമാവധി നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഇപ്പൊ ഹൈദരാബാദ് മാത്രം മാറി നിൽക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ അത് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന ഹൈദരാബാദിനോടും ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചിരുന്ന തിരുവിതാംകൂറിനോടും സമാനമായി. പിന്നെ തിരുവിതാംകൂറിൽ കുറച്ചുകൂടെ കോൺഗ്രസ് ശക്തമായിരുന്നു, ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ നാച്ചുറൽ ആയിരുന്നു ഇന്റഗ്രേഷൻ. ട്രാവൻകൂർ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു. അതാണ് വഞ്ചീശ പതേ അവരുടെ ഇതൊക്കെ കാണും. നമ്മുടെ 18ാം പടി പൃഥ്വിരാജിന്റെ സിനിമയില വഞ്ചീശ മംഗളം ഒക്കെ ഉണ്ട്. പണ്ട് ഇന്നൊരു ബാലൻസ് കൊണ്ടുപോയത് ഇപ്പോഴത്തെ ആൾക്കാരാണ് ഈ കമന്റ് സെക്ഷനിലൊക്കെ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടി. അതായത് നമ്മളെ അവരുടെ പോയിന്റുകൾ സ്വാംശീകരിച്ച്, ഞാൻ സ്ഥിരം പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും മികച്ച കൊടി ആലങ്കാരികമായിട്ട് നമ്മുടെ ഇന്ത്യൻ കൊടിയാണ്. ഈ ഇന്ത്യൻ കൊടിയുടെ സത്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. ഇത് ഗാന്ധിജി എഴുതി വെച്ചിട്ടുള്ളതാണ്. ഈ ബാലൻസ് പിടിച്ചാൽ മതി. ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല നിരീശ്വരാത പ്രസ്ഥാനങ്ങൾ ഉണ്ടായ തമിഴ്നാട്ടിലാണ്. പെരിയോർ രാമസ്വാമി അടക്കമുള്ളത്. തമിഴ്നാടിന്റെ സ്റ്റേറ്റ് എംബ്ലം പക്ഷേ ഒരു അമ്പലമാണ്. തമിഴ്നാടിന്റെ സ്റ്റേറ്റ് എംബ്ലം ശ്രദ്ധിച്ചു കാണും. അടുത്ത ഒരു അമ്പലമാണ് മധുര മീനാക്ഷി എന്ന് ചിലരും, വേറൊരാള് അവിടുത്തെ മധുരയിലെ വേറെ ടെമ്പിൾ എന്നൊക്കെ പറയാം. പക്ഷേ അടിസ്ഥാന ഗോപുരമാണ്. ഈ ബാലൻസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ളതും വിശ്വാസികളുള്ളതും തമിഴ്നാട്ടിലാണ്. എന്നാൽ ഏറ്റവും വർഗീയത ഇല്ലാത്ത സ്ഥലവും തമിഴ്നാടാണ്. അപ്പൊ യേശുവിന്റെ ഇതായിട്ടാണ് പറയുന്നത്, യേശു ഉങ്കൾ സ്വാമി, ഇത് കറുപ്പ് നമ്മുടെ സ്വാമി എന്ന് പറയുന്ന രീതിയിൽ ഈ ബാലൻസ് ആണ് തമിഴന്മാരെ നന്നാക്കുന്നത്. ഞാൻ ജല്ലിക്കെട്ട് പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് കണ്ടൊരു കാര്യം പറയാം. ജല്ലിക്കെട്ട് പ്രൊട്ടസ്റ്റിന് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയായിരുന്നു. മുസ്ലിങ്ങൾ അവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാ ആഹാരം വിതരണം ചെയ്തു. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായും ജുമ നമസ്കാരത്തിന് വേണ്ടി വലിയൊരു വലയുണ്ടാക്കി. ഈ ഒരു ബാലൻസിന്റെ പേരാണ് ഇന്ത്യ. ഇതാണ് അതിന്റെ സൗന്ദര്യം. ഇന്ത്യയുടെ ആത്മാവ് മതസൗഹാർദ്ദത്തിലാണ്. ആ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, ഞാൻ പലപ്പോഴും പറയാറ് അതാണ്, ഞാൻ ഹിന്ദു ആക്ടിവിസ്റ്റായിട്ട് സ്വസ്തിക ചെയ്യുന്നത്. എന്നാൽ ഹിന്ദുവും വേണം, ക്രിസ്ത്യാനിയും വേണം, മുസ്ലിം വേണം, ചില ആൾക്കാർ നിരീശ്വരാദികൾ ഉണ്ടാവും, അവരും വേണം, യുക്തിവാദികൾ വേണം. ഞാനതുകൊണ്ട് സ്ഥിരം ഞാൻ ഇവിടെ എസൻസിന്റെ പരിപാടിക്ക്, രവീന്ദ്രൻ സാറിന്റെ പരിപാടിക്ക് പോയിരുന്നു. ഞാനത് അന്നും ഇന്നും കൺവിക്ഷനോടെ പറയുന്നതാണ്, യുക്തിവാദികളും നിരീശ്വരവാദികളും ഒരു സമൂഹത്തിൽ ആവശ്യമാണ്. കാരണം നമ്മൾ വിശ്വാസികൾ അമിത വിശ്വാസത്തിലേക്കോ അന്ധവിശ്വാസത്തിലേക്കോ പോയി ഒരു സ്ലിപ്പറി സ്ലോപ്പിലേക്ക് പോയാൽ ഒരു തടയായിട്ട് എന്നും നിരീശ്വരവാദികൾ ആവശ്യമാണ്.
അങ്ങനെയാണെങ്കിൽ ആരിഫ് തേഞ്ഞൂട്ടി എന്നൊക്കെ ആരിഫ് കള്ളം പറഞ്ഞതാണ്. ആരിഫ് അവിടെ ഖുറാനിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെന്ന് പറഞ്ഞു. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം രവിചന്ദ്രൻ സാർ അറ്റാക്കിംഗ് അഗ്രസീവ് 2-3 പേരുടെ പേരെടുത്ത് തന്നെ പറയാം. രവിചന്ദ്രൻ സാറ് ശരിക്കും ലെജൻഡറി ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ തുടങ്ങിയ ആൾക്കാരിൽ ഒരാൾ നമ്മുടെ ഇടമറുക് സാർ എന്ന് പറയുന്ന ലെജൻഡറി ഒരാൾ. ഇടമറുക് സാറിന്റെ മകനാണ് സനൽ ഇടമറുക്. സനൽ ഇടമറുക് സാറിന്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും ഫിൻലാൻഡിൽ പോകുമ്പോൾ പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം വലിയൊരു കഥകളി കൊണോസിയറാണ്. നമ്മൾ കഥകളി എന്ന് കേൾക്കുമ്പോൾ ഒരു അമ്പലവാദ്യം എന്നൊക്കെ, പുള്ളി കഥകളി പഠിച്ചിട്ടുണ്ട്, കഥകളി ആസ്വദിക്കാൻ അറിയാം. എനിക്ക് പോലും അത്ര അറിയില്ല, ചെറിയ പ്രായത്തിൽ വീട്ടിൽ കണ്ടിട്ടുള്ള പരിചയം അല്ലാതെ. അപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്. രവീന്ദ്രൻ സാറിന്റെ സമയത്തേക്ക് വന്നപ്പോൾ അത് അഗ്രഷനായി. അതിനും അതിൻ്റെതായ ഒരു ബാൻഡുണ്ട്. ഞങ്ങൾ ഒരുപാട് ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ലിയാഖത്തുണ്ട്. ലിയാഖത്ത് കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ലിയാഖത്ത് സോഫ്റ്റ് ആണ്, ഷാർപ്പാണ്, എന്നാൽ ഇസ്ലാമോഫോബിയ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അംഗീകരിക്കുന്ന ആളാണ്. ആരിഫ് പലപ്പോഴും എനിക്ക് ആരിഫിനെ വ്യക്തിപരം, ആരിഫ് കുറെ കൂടെ മോഡേണൈസ് ചെയ്തു, കുറച്ചുകൂടെ സ്റ്റൈലൈസ് ചെയ്തു ഇടുന്ന ഡ്രസ്സ്, ചോയ്സ് ഓഫ് വേർഡ്സ്. പക്ഷേ ഡീമോണൈസ് ചെയ്യുന്നുണ്ട്, ഡെനിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ല. പരിശുദ്ധ ഖുറാനും പരിശുദ്ധ ബൈബിളും പരിശുദ്ധ ഭഗവത്ഗീതയും നമ്മൾ മനസ്സിലാക്കി ഇതിൽ തെറ്റുണ്ടാകാം. ആ പുസ്തകങ്ങൾ വിശുദ്ധമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ പുസ്തകങ്ങൾ കാലക്രമേണ പരിഷ്കരിക്കേണ്ടതൊന്നും കൂടെ അല്ലേ? ഈ പുസ്തകങ്ങൾ കാലക്രമേണ പരിഷ്കരിക്കാൻ എന്താ പറയണേ, കുറച്ചുകൂടെ കൃത്യമായിട്ട് വിശ്വാസികളും കൂടെ ചേരുന്നൊരു പോയിന്റ് പറയാം. ഈ പുസ്തകങ്ങളെല്ലാം എറ്റേണലാണ്, സനാതനമാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ കാലക്രമേണ പരിഷ്കരിച്ചാൽ മതി. ഇത് പറയുമ്പോൾ വിശ്വാസിയും കൂടെ അംഗീകരിക്കും. രണ്ടും ഒരേ കാര്യമാണ്. ഈ പുസ്തകങ്ങൾ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അംഗീകരിക്കില്ല. കാര്യം ഈ പുസ്തകങ്ങൾ ഒരിക്കലും മാറില്ല, നിത്യമായ സത്യമാണെന്ന് പറയും. ആയിക്കോട്ടെ, ആ പുസ്തകങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ പരിഷ്കരിക്കാം. ഞാനെങ്ങനെ റിയൽ ലൈഫ് നമ്മുടെ ഹിന്ദു സമുദായത്തിൽ ചെയ്തൊരു കാര്യം പറഞ്ഞുതരാം. ഈ കർമ്മം, നല്ല കർമ്മം വേണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല പ്രവൃത്തി ചെയ്യണമെന്നല്ലേ? എന്നാൽ കർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ഇതല്ലായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ട് വരെ, സ്വാമി വിവേകാനന്ദൻ വരെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ റിച്വലിസ്റ്റിക് ആചാരങ്ങൾ ചെയ്യുക എന്നായിരുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്നും കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രത്യേക ഈ കർമ്മം ചെയ്യണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ വേദിക് കർമ്മങ്ങൾ, ക്രിയകൾക്കാണ് കർമ്മം എന്ന് വിളിച്ചത്. വിവേകാനന്ദൻ വളരെ സട്ടിലായി അതിനൊരു അർത്ഥവ്യത്യാസം വന്ന് ഈ കർമ്മം എന്ന സാധനം വന്നു. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തത്വം പറഞ്ഞെങ്കിലും അൺടച്ചബിലിറ്റി അടക്കമുള്ള ഒരിക്കലും ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം ഉണ്ടായിരുന്നു. ഗാന്ധിജി അങ്ങനെയാണ് ബീഹാർ ചെന്ന് പറയുന്നത്, ഈ അൺടച്ചബിലിറ്റി കാരണമാണ് ബീഹാറിൽ എർത്തുകേക്ക് വന്നതെന്ന്. അപ്പൊ അതിന് ഗാന്ധിജിയെ രവീന്ദ്രനാഥ് ടാഗോർ ഒക്കെ വിമർശിക്കുന്നുണ്ട്. അൺടച്ചബിലിറ്റി കാരണം എങ്ങനെയാണ് എർത്തുകേക്ക് വരുന്നത്? ഗാന്ധിജി സിംബോളിക്കലി പറയുന്നതാണ്, അതായത് ആലങ്കാരികമായി പറയുന്നതാണ്. നമ്മുടെ ഈ തെറ്റായ മനോഭാവം കാരണം ദൈവം നമ്മളെ ശിക്ഷിച്ചതാണ്. ഗാന്ധിജി മാസ് കളിച്ചതാണ്, ഗാന്ധിജി മാസ് ഡയലോഗ് അടിച്ചതാണ്. അല്ലാതെ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ഷിഫ്റ്റ് കൊണ്ട് ആണ് എന്ന്, അല്ലെങ്കിൽ അന്നത്തെ അണ്ടർസ്റ്റാൻഡിംഗിൽ അതുണ്ട്. അപ്പോൾ നമുക്കിത് സട്ടിലി സൈലന്റ്ലി അങ്ങ് ക്ലിയർ ചെയ്ത് പോവാം. അതായത് റിഫോർമേഷനോ റെനൈസൻസ് ഒക്കെ മതത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. അതായത് റിഫർമേഷൻ ഇൻ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അംഗീകരിക്കാം. ഞാൻ ചെയ്തെടുത്ത പ്രാക്ടിക്കലി ഒരു കാര്യം പറയാം. ചെറിയ പ്രായത്തിലെ മീഡിയയെ ശ്രദ്ധിച്ച് കാണും, മകരവിളക്ക് മകരജ്യോതി. അതായത് മകരവിളക്ക് എന്നെ അതിൽ സലഡബർ സാർക്ക് ഒരുപാട് അഭിനന്ദിക്കുകയും രാഹുൽ യഥാർത്ഥത്തിൽ ഒരു യുക്തിവാദിയാണെന്ന് എനിക്കൊരു ബാഡ്ജ്, ആലങ്കാരികമായ ഒരു ബാഡ്ജ് ഞാനത് വേർതിരിച്ചത്. അതായത് ഞാൻ വളരെ കാര്യമായിട്ട് പഠിച്ചു. അന്ന് ഒരു 160 പേരോളം മരിച്ചൊരു സംഭവം ഉണ്ടായി, പുൽമേട് ദുരന്തമൊക്കെ. അപ്പൊ ആ സന്ദർഭത്തിലും അതിന് മുമ്പും തൊട്ട് ഞാൻ ഈ വിഷയത്തിന്റെ വസ്തുത എന്താണെന്ന് പഠിക്കാൻ പോയി. പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മകരജ്യോതി എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്. മകരവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിവാസി മലയരേ വിഭാഗങ്ങൾ ഇങ്ങനെ 3 തവണ ദീപാരാധന ഇന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മകരജ്യോതി അയ്യപ്പന്റെയാണ്, മകരവിളക്ക് ആദിവാസികൾ ചെയ്യുന്നതാണ്, ആ ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം യുക്തിവാദികൾക്കും പ്രശ്നമല്ല, ഭക്തിവാദികൾക്കും പ്രശ്നമല്ല. ഈ ഭക്തിയുടെ പ്രശ്നം എന്താ അറിയാമോ? ഇത് മുഴുവൻ തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ആരെങ്കിലും വാളെടുത്താൽ ഞങ്ങൾ പരിചയം എടുക്കും. പക്ഷെ ആരും വാളെടുക്കാതെ നമ്മളോട് കാര്യം പറയുകയാണെങ്കിൽ ലേഖനങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മകരജ്യോതിയും ഇതാണ് കോടതിയിൽ അംഗീകരിച്ചത്. ഇനി അതും കൂടെ പറയാം. സുപ്രീം കോടതിയിൽ മറ്റേ എത്തീസ്റ്റുകൾ പോയി. സുപ്രീം കോടതി സെൻസിറ്റീവായ വിഷയമായിട്ട് തൊട്ടില്ല. കേരള സംസ്ഥാനം ഭരിച്ച CPM-ഉം കോൺഗ്രസും മാറി മാറി വരുന്ന എല്ലാ മന്ത്രിസഭകളും ഉണ്ടല്ലോ, എല്ലാ മുഖ്യമന്ത്രിമാർക്കും ദേവസ്വം ബോർഡ് മന്ത്രിമാർക്കും അറിയാലോ പോലീസുകാരെ കത്തിക്കുന്നത്. അറിയാത്തൊന്നും അല്ലല്ലോ, നമുക്കറിഞ്ഞൂടായിരിക്കും. അവർക്കറിയാലോ ആരാ കത്തിക്കാൻ പോണേന്ന്. അപ്പൊ എന്ത് ഈ പോലീസുകാരെ കൊണ്ട് കത്തിച്ചിട്ട് എന്താ കാര്യം? അതാണ് മാളികപ്പുറം സിനിമയില് നമ്മുടെ ഉണ്ണി മൂന്നും കത്തിക്കാൻ പോകുന്നത് കാണിക്കുന്നത്. പണ്ടവിടെ ഈ പൊന്നമ്പലമേട് എന്നൊരു സ്ഥലമുണ്ട്. ആ പൊന്നമ്പലമേട്ടിൽ മലയരയന്മാർ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗമാണ്. അവരുടെ അവകാശമായിരുന്നു. ഇന്നും അവർക്ക് അവകാശം തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ ശരിക്കും അവിടെ വിഷയം ദൈവമല്ല, ട്രൈബൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഹിന്ദു പിന്നോക്കക്കാരോട് നമ്മൾ കാണിച്ച കന്നന്തിരിവെന്നോ നമ്മൾ കാണിച്ച തെറ്റായ സമീപനത്തിൻ്റെയോ പ്രശ്നമാണ്. അവരെ KSEBയും പോലീസ് ഡിപ്പാർട്ട്മെന്റും ദേവസ്വം ബോർഡും കൂടി ഇറക്കി വിട്ടതാണ്. ആ സ്ഥലം അവരുടെ ആയിരുന്നു. അപ്പം അവർക്ക് ആ അവകാശം തിരിച്ചു കൊടുക്കുക. ഇത് ചെയ്യുമ്പോഴേ ഒരു കൺസെൻസസ് ഉണ്ട്. അപ്പം ഭക്തി എന്താ പറയുക, പോറൽ ഏൽക്കാതെ നിൽക്കുകയും ചെയ്യും, യുക്തിവാദികളുടെ പോയിന്റ് അക്കോമഡേറ്റ് ചെയ്യും. ഇങ്ങനല്ലേ ചെയ്യാൻ പറ്റൂ.
വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഈ ബാലൻസ് പിടിക്കാൻ ആൾക്കാർ വേണം. ആ ബാലൻസിലാണ് ഏതൊരു സമൂഹവും മുമ്പോട്ട് പോകുന്നത്. സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരാൾ കുറെ ദിവസമായി നിരാഹാരം കിടക്കുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കി. അയാൾ കള്ളനാന്ന് പറയുന്നുണ്ട്. സോനം വാങ്ചുക് ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ ആമിർ ഖാൻ 3 ഇഡിയറ്റ്സിലൂടെ അദ്ദേഹത്തെ ബേസ് ചെയ്താണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആമിർ ഖാൻ പറഞ്ഞത് ഞാനോ എഴുത്തുകാരോ ഇദ്ദേഹത്തെ കുറിച്ചാണെന്ന് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം എന്നൊരു ക്യാരക്ടറെ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫുമായിട്ട് സ്ട്രൈക്കിംഗ് സിമിലാരിറ്റി പലപ്പോഴും ഒന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന് അങ്ങനത്തെ എഡ്യൂക്കേഷണൽ ആക്ടിവിസം, ക്ലൈമറ്റ് ആക്ടിവിസം ഒക്കെ ഉണ്ട്. പുള്ളി റേസ് ചെയ്യുന്ന പോയിന്റ് പ്രധാനമാണ്. നീറ്റ് അടക്കമുള്ള പരാതികൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി. 20 ദിവസം പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാനങ്ങനെ 7 ദിവസവും 8 ദിവസവും കഴിഞ്ഞ ദിവസം 5 ദിവസമൊക്കെ പട്ടിണി കിടന്നുകൊണ്ട് പറയാം. ഞാൻ വെള്ളം പോലും കുടിക്കാതെയാണ് 4 ദിവസം കിടന്നത്, 5 ദിവസം ആഹാരം കഴിക്കാതെ. അന്ന് 7 ദിവസം കിടന്നു. ശബരിമലയ്ക്ക് വേണ്ടി 7 10 ദിവസം കിടന്നു. ഇത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട് പോവാം. മോദിജിക്ക് കുറച്ചുകൂടെ, മോദിജി ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവണമെന്നാണ്. നിങ്ങൾ റേസ് ചെയ്ത പോയിട്ട് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു ഇൻക്ലൂസീവ് മോഡിൽ പോണം. അവര് റേസ് ചെയ്യുന്നത് ചൈനയായിട്ടുള്ള ബന്ധം എന്താണ് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, എപ്പോഴും ആരെങ്കിലും അപ്പുറത്ത് ശത്രു വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ ചൈന, അല്ലെങ്കിൽ സോറോസ്. എല്ലാവരും ഇങ്ങനെ നമ്മുടെ മോദിജിയെ കൊടുക്കാൻ വേണ്ടി നിൽക്കുക, അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇടയ്ക്ക് ട്രംപുമായിട്ട് മച്ചാ റിലേഷൻ ആണല്ലോ. ഇടയ്ക്ക് അമേരിക്കയായിട്ട് ചെറുതായിട്ടൊന്നും തെറ്റി. അപ്പം നമ്മുടെ വലതുപക്ഷത്തെ ചില സുഹൃത്തുക്കൾ കഥയടിച്ചിറക്കി ട്രംപിന്റെ ആൾക്കാർ അല്ലെങ്കിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് മോദിജിയെ കൊല്ലാൻ ശ്രമിച്ചു, റഷ്യക്കാരെ ഒന്ന് രക്ഷിച്ചു എന്നൊക്കെ. എല്ലാ രാജ്യത്തലവന്മാർക്കും അവരുടേതായ ത്രെറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും. ഇന്ത്യയുടെ മഹത്വം എന്താ? ഒറ്റ വരി പറയാം നമുക്ക്. അത് ശശി തരൂരിന്റെ വാക്കുകളിൽ പറയാം. ഉക്രൈൻ പ്രസിഡന്റിനെ നമ്മുടെ മോദിജിക്ക് കെട്ടിപ്പിടിക്കാം, അപ്പുറത്ത് പുടിനെയും കെട്ടിപ്പിടിക്കാം. നമ്മുടെ മഹത്വം എന്താ? നമുക്ക് ഒരേ വഴി പോകുമ്പോൾ പാലസ്തീനിലും ഇറങ്ങാം, ഇസ്രായേലിലും ഇറങ്ങാം. ഇതാണ്. അല്ലെങ്കിൽ ഒരേപോലെ നമുക്ക് ഇറാനോട് ആത്മബന്ധവും അമേരിക്കയോട് മറുബന്ധവും ഉണ്ട്. ഇങ്ങനെ ഒരു രാജ്യം വേറെ ലോകത്തിലില്ല. നമ്മുടെ ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ കൊണ്ട് നടക്കാവൂ. കാര്യം വി ആർ എ ലാൻഡ് ഓഫ് ഗാന്ധി ആൻഡ് ബുദ്ധ. അത് മോദിജിയുടെ തന്നെ വാക്കുകളാണ്. ഇത് ബാലൻസ് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകണം. ശരിക്കും മോദിജിക്ക് പറ്റിയ മിസ്സാണ് പാകിസ്ഥാനാണ് ഇപ്പോൾ ഈ പീസ് മേക്കർ ആയത്. ശരിക്കും അത് പാകിസ്ഥാനെ കുറെ വെള്ളം പതപ്പിക്കുന്നതിനും മറ്റും കാരണമായി. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണമായിരുന്നു. ഇസ്ലാമാബാദ് അക്കോർഡ്സിന് പകരം ന്യൂഡൽഹി അക്കോർഡ്സ് ആണ് വരുന്നത്. നമ്മളോടാവുമ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്. ഇറാൻ നമ്മളോട് ഓക്കെയാണ്. ഈ ഇറാൻ എന്ന പേരിന്റെ രാജ്യത്തിന്റെ പേര് പോലും ആര്യൻ എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലെ ആദിമ ജനവിഭാഗങ്ങൾ വരുന്നതെല്ലാം ഒന്ന് ഇറാനിലെ സാഗ്രോസ് പർവ്വതങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം ആൾക്കാർ വരുന്നത്. മറ്റൊന്ന് നമ്മുടെ ഈ റഷ്യൻ കാസ്പിയൻ സ്റ്റെപ്പുകളിൽ നിന്നൊക്കെയാണ്. അപ്പം നമ്മളുമായിട്ട് ചരിത്രത്തിൽ ബന്ധമുള്ളതാണ് ഈ ആര്യന്മാർ. അപ്പോൾ അവർ അമേരിക്കയുമായിട്ട് ആത്മബന്ധമുണ്ട്. അപ്പം ഈ ബാലൻസ് നമ്മൾ ചെയ്യണമായിരുന്നു. നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി. ഇസ്ലാമാബാദും പാകിസ്ഥാൻ സ്കോർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവർ മെനക്കെട്ടു. പക്ഷേ നമ്മളായിരുന്നു സ്കോർ ചെയ്യേണ്ടിയിരുന്നത്. നമ്മളാകുമ്പോൾ നമുക്കും കുറച്ചുകൂടെ വില ഉണ്ടാവുമായിരുന്നു, ലോകവും കുറേ കൂടെ വിശ്വസിക്കുമായിരുന്നു. ഒരു പക്ഷേ ഇപ്പോഴത്തെ പോലെ ഈ MOU തെറ്റലൊന്നും ഉണ്ടാവില്ല. ഇന്ത്യ പോലെ വലിയ പവറുള്ള ഒരു രാജ്യം നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മാർക്കറ്റിനെ പരിഗണിച്ചെങ്കിലും ട്രംപ് പിന്മാറുമായിരുന്നു.